നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് 26-കാരിയായ കാട്ടക്കട സ്വദേശിനിയുടെ ജീവിതം വഴിമുട്ടിച്ച് ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെയും അല്ലാത്ത ആൾക്കാരുടെയും ഒക്കെ തന്നെ ഒരു അഭയ കേന്ദ്രമാണ്. ഈ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്കും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെക്കുറിച്ചും അവിടുത്തെ ഡോക്ടർമാരെ കുറിച്ചും ചികിത്സയെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ്. എന്നാൽ ഇതേ ജനറൽ ആശുപത്രി തന്നെ ഒരു യുവതിയുടെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാക്കുകയും സംസാരശേഷി പോലും ഇല്ലാതാക്കുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്ക് എതിരെയാണ് ആരോപണം ഉയരുന്നത്. ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയെന്ന് കാട്ടക്കര സ്വദേശിയായ യുവതി ആരോപിച്ചു. 50 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബാണ് കുടുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് യുവതി ആരോഗ്യ വകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് നടന്ന തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്കിടെയാണ് ട്യൂബ് കുടുങ്ങിയത് എന്നാണ് യുവതി പറയുന്നത്. കഫക്കെട്ട് വന്നപ്പോൾ എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിൽ ട്യൂബ് കിടക്കുന്നതായി അറിഞ്ഞിരുന്നത് എന്നും യുവതി പറയുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഒഴിഞ്ഞു മാറുകയാണ് എന്നും ആരോപണമുണ്ട്. ട്യൂബ് നെഞ്ചിൽ ഒട്ടിപ്പോയി എന്നും എടുത്തു മാറ്റാൻ പ്രയാസമാണ് എന്നും ശ്രമിച്ചാൽ ജീവന ഭീഷണിയാണ് എന്നും ഡോക്ടർ അറിയിച്ചെന്നും യുവതി പറയുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് യുവതിയുടെ പരാതി. ശസ്ത്രക്രിയ നടന്നത് 2023 മാർച്ച് 22-നാണ്. വീണ്ടും ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ ഇതേ ഡോക്ടറുടെ അടുത്ത് 2 വർഷം ചികിത്സ തുടർന്നു. ആരോഗ്യ പ്രശ്നം കടുത്തപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് വയറ് കണ്ടത്. തുടർന്ന് വീണ്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. ഡോക്ടർ പിഴവ് സംബന്ധിച്ചെന്നും യുവതി വ്യക്തമാക്കി. രാജീവ് കുമാർ മറ്റു ഡോക്ടർമാരുമായി സംസാരിച്ചു. കീ ഹോൾ വഴി ട്യൂബ് എടുത്ത് നൽകാമെന്നും അറിയിച്ചു. മറ്റാരോടും പറയരുതെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു എന്ന് യുവതി പറയുന്നു. പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. CT സ്കാനിൽ വയറ് രക്തക്കുഴലുമായി തട്ടി ചേർന്നെന്നും അത് ഒട്ടിച്ചേർന്നു എന്നും എടുക്കാൻ കഴിയാത്ത വിധം ഒട്ടിപ്പോയി എന്നുമാണ് അറിയിച്ചത്. ഇതോടെ രാജീവ് കുമാർ കൈയൊഴിഞ്ഞെന്നും യുവതി ആരോപിച്ചു. തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലെന്നും മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും യുവതി പറഞ്ഞിട്ടുണ്ട്. വിവിധ ശാരീരിക അസ്വസ്ഥതകൾ മൂലം യുവതി ബുദ്ധിമുട്ടുകയാണ്. ശസ്ത്രക്രിയയിലൂടെ ഈ ഗൈഡ് വയർ നീക്കുന്നത് ആപത്താണ് എന്ന് അറിഞ്ഞതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ യുവതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 8 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു. കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും അപ്പോൾ മുതൽ ശ്വാസമുട്ടലും കിതപ്പുമുണ്ട്. നടക്കാനും വീട്ടുജോലി ചെയ്യാനും പറ്റാത്ത അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിച്ചു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല. കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയെ തുടർന്ന് വീടിന് സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു. നെഞ്ചിനുള്ളിൽ എന്തോ അസ്വാഭാവികമായി കാണുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഉടൻ തന്നെ എക്സ്റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു. മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മറ്റ് ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടില്ലെന്നും പറഞ്ഞപ്പോൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയർ, അതായത് കത്തീറ്ററും മറ്റും കടത്തുന്നതിന് മുന്നോടിയായി കടത്തിവിടുന്ന ആ വയർ ആണ് അകത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടർ CT സ്കാൻ എടുത്തു. ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാകില്ല എന്നും മനസ്സിലാകുന്നത്. ഇതോടെ രോഗങ്ങളുമായി ദുരിതത്തിലാണ് ഈ യുവതി. ഗൈഡ് വയർ തിരികെ എടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തി എന്നാണ് നിഗമനം. ധമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അവർ അറിയിച്ചു. സുമയ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ആശുപത്രിക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ സദാശിവൻ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല എന്നും പറഞ്ഞ് കൈയൊഴിയുകയാണ് ഈ സംഘം.